നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങളെല്ലാവരും നൽകുന്ന ലൈക്കിനും സബ്സ്ക്രിപ്ഷനും അതുപോലെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിനും പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം, പുതിയ വർഷം തുടങ്ങുകയാണ്. പുതുവർഷം, അതായത് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ചിങ്ങമാസം മുതലാണ് പുതുവർഷം. അപ്പോൾ ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ പുതുവർഷ ഫലമാണ് നമ്മളിവിടെ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് മലയാളികൾക്ക് എപ്പോഴും ചിങ്ങം എന്ന് പറയുമ്പോൾ പൊന്നോണമാണ്. നമ്മുടെ ഒരു ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമായ പൊന്നോണത്തിൽ എല്ലാവർക്കും പൊന്നോണ ആശംസകളോടെ നമുക്ക് വൃശ്ചികക്കൂറിൻ്റെ പുതുവർഷ ഫലം പറയാം. നമ്മൾ പൊതുവിലുള്ള ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാം, വീഡിയോകളൊക്കെ കണ്ടതുകൊണ്ട് വൃശ്ചികക്കൂറിന് ആണ് ഈ ഇത്തവണത്തെ ഈ മാറ്റങ്ങളിൽ, ഈ പ്ലാനറ്ററി പൊസിഷൻ്റെ മാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ അനിഷ്ടം വന്നിട്ടുള്ള സമയം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം വൃശ്ചികക്കൂർ എന്ന് പറയുമ്പം വിശാഖത്തിൻ്റെ അവസാനത്തെ 4-ാം പാദം അനിഴം തൃക്കേട്ട. അപ്പോൾ ഈ അനിഴം തൃക്കേട്ടക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് സമയം അത്ര നന്നല്ല. ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, സന്താനങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന ചില തടസ്സങ്ങളോ ചില മനക്ലേശങ്ങളോ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ, അതായത് സാമൂഹ്യ പ്രവർത്തന രംഗത്തോ കലാരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന അസാമാന്യ കഴിവും മിടുക്കമുള്ളവർക്ക് പോലും ചില അപ്രതീക്ഷിതമായ തിരിച്ചടികളും ചില നോവുന്ന ചില അനുഭവങ്ങൾ കൂടെയുള്ളവരിൽ നിന്നൊക്കെ വരാം. അങ്ങനെ വരുന്നൊരു സമയമാണ്. കൂടെയുള്ളവരിൽ നിന്ന് എടുത്തു പറയാൻ കാരണം, നിങ്ങളുടെ 3ഉം 4ഉം ഭാവാധിപത്യമുള്ള ശനി 5-ലാണ്. 5-ലെന്ന് പറയുമ്പം നമ്മുടെ പ്രജ്ഞാ മേധാ വിവേകസ്ഥാനമാണ്. അവിടെ നമ്മൾ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ, അല്ലെങ്കിൽ നമ്മളെ ഒപ്പമുള്ള എന്താ പറയുക, ഉദ്യോഗസ്ഥരാണെങ്കിൽ നമ്മളെ സബോർഡിനേറ്റ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അനുയായികളെ, നമ്മളെ ആത്മാർത്ഥ വിശ്വസ്ത സുഹൃത്തുക്കളെ, ഇവരെയൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ ഒരു അനിഷ്ടഫലം, തിക്തഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയേണ്ട ഒരു സമയമാണ്. എന്നാൽ ഈ പുതുവർഷ ഫലത്തോടുകൂടി ഇതിനെല്ലാം മാറ്റം വരികയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ 11ലേക്ക് ലാഭസ്ഥാനത്തേക്ക് ആര് വരുന്നു? ചൊവ്വ വരികയാണ്. ചൊവ്വയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യം, വീര്യം, പിന്നെ ഈ എന്താ പറയുക, കള്ളം, ചതി, വഞ്ചന തിരിച്ചറിയാനുള്ള കഴിവ്, നമ്മൾ എന്താ പറയുക, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താനും ബോൾഡായിട്ട് നോ പറയേണ്ടത് നോ പറയാനും കഴിയുന്നൊരു സമയം. അപ്പോൾ അവിടെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്ന ഒരു സമയമാണ് ഈ ചിങ്ങം മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷം. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറി ചിന്തിക്കുന്നു. നമ്മുടെ ഇന്നലകളിലുള്ള നയങ്ങൾ മാറ്റുന്നു, വിശ്വാസങ്ങൾ മാറ്റുന്നു. നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന പലരെയും നമ്മൾ പിന്നെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ തോന്നുന്നു. ഇങ്ങനെ ജീവിതത്തിൽ നാളേക്ക് വിജയം കൊണ്ടുവരാനുള്ള ഒരുപാട് പടികളിലേക്ക് നമ്മൾ കയറുകയാണ്. ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിൽ പറയാറുണ്ട്, ജ്യോതിഷം എന്നത് നമുക്കൊരു വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അതായത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ പൂജയോ മന്ത്രവാദമോ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദോഷങ്ങൾക്കും പരിഹാരം വരാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുക, പിന്നെ ശരിയായിട്ട് തന്ത്രവും ഉള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുക, നിങ്ങൾ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അങ്ങനെയുള്ള ക്ഷേത്ര താന്ത്രികന്മാരെ കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ലഘുവായ എന്തെങ്കിലും ഒരു താന്ത്രിക ക്രിയകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ എന്താ പറയുക, 10,000-കണക്കിന് രൂപ മുടക്കിയുള്ള നഷ്ടങ്ങളൊന്നും വരുത്താതിരിക്കുക. കാരണം ഒന്ന്, നിങ്ങൾ ധനപരമായിട്ട് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്, നഷ്ടം വരുന്ന സമയമാണ്. രണ്ടാമത്തേത്,
നമ്മൾ ഇപ്പോഴ് നിലവിലുള്ള അവസ്ഥയിൽ ധനപരമായിട്ട് കടം വരാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം ചിലവ് വർദ്ധിക്കാനും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. അവിടെയെല്ലാം ചിലവ് ചുരുക്കി ശീലിക്കുക. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവർ ജാതകാലം ഒരല്പം സാഹസികത കൂടിയവരായിരിക്കും. സാഹസികത കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിൽ ചെന്ന് ഇറങ്ങും. അതായത് ആരെങ്കിലുമൊക്കെ പുതിയ പദ്ധതികളോ കാര്യങ്ങളോ കൊണ്ടുവന്ന് കൂടെ അതിൽ ചെന്ന് ചാടും. അതുപോലെ തന്നെ ധൈര്യത്തോടെ എന്തിനും ഇറങ്ങിത്തിരിക്കും. പക്ഷേ പിന്നീട് തിരിച്ചടികൾ വാങ്ങി അവസാനം സ്വയം പക്വത വരേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്വയം അനുഭവിച്ച് പാഠം പഠിക്കുന്നതിനേക്കാൾ അന്യരുടെ അനുഭവങ്ങൾ ഗുരുത്വമായിട്ടെടുക്കുക. അവരാണ് ബുദ്ധിമാന്മാർ. കാരണം നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ ഗുരുത്വമായിട്ടെടുത്തിട്ട് നമ്മൾ ഏത് വഴിക്ക് സഞ്ചരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം നിങ്ങളെ സംബന്ധിച്ച് വലിയ ഊഹക്കച്ചവടങ്ങളിലോ സാമ്പത്തികം മുടക്കുന്ന കാര്യങ്ങളിലോ പോകാൻ പറ്റുന്നൊരു സമയമല്ല ഇപ്പം. അഷ്ടമത്തിൽ വ്യാഴം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓഹരി വിപണി, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അപ്രതീക്ഷിതമായി വലിയ ഭാഗ്യം വരുമെന്ന് പറയുന്ന നമുക്ക് അറിഞ്ഞുകൂടാത്ത ബിസിനസ്സുകൾ കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹമായിട്ട് പോകാൻ തരുന്നൊരു അനുഗ്രഹം അമ്മയുടെ വഴിയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ കുടുംബ വഴിക്കുള്ള ധനമോ സ്വത്തോ ഒക്കെ വരാം, ഒരു സപ്പോർട്ട് വരാം. പൂർവികമായി നഷ്ടപ്പെട്ട് കിടന്ന ചില സ്വത്തുക്കൾ, അതായത് നമ്മൾ പറയില്ലേ, പണ്ട് നമുക്ക് അമ്മയ്ക്ക് എവിടെയോ കുറേ സ്ഥലം ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മൾ നോക്കാനൊന്നും പോയില്ല എന്ന് പറയില്ല. അതുപോലെ നമ്മൾ മറന്നു കിടന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ ശ്രദ്ധിക്കാതെ പോയ ചില ധനമോ ഭൂമിയോ സ്വത്തോ ഒക്കെ തിരിച്ചു വരാൻ സാധ്യതയുള്ള സമയമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മളൊരു നിയമപരമായ കാര്യങ്ങൾ ഇറങ്ങാനും അതിനകത്ത് ഇടപെട്ട് അതിലൂടെ അതിനെ പോസിറ്റീവാക്കി എടുക്കേണ്ടിയും വരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് വരുന്ന അപ്രതീക്ഷിത ഈശ്വരൻ തരുന്ന ഭാഗ്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ബുധൻ എവിടെയുണ്ട്? 9 ഭാഗ്യസ്ഥാനത്തുണ്ട്. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, സമയം എത്ര മോശമാണെന്ന് പറഞ്ഞിരുന്നാലും ബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും ജീവിതം വിജയിപ്പിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യില്ല, അനിഷ്ടങ്ങളിൽ പോയി ചാടത്തില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അധ്വാനിച്ചോ ബുദ്ധിപൂർവ്വം നമ്മൾ ആവശ്യത്തിന് ഈശ്വരാധീനം കൊണ്ട് നേടും. അതായത് ഞാൻ പലപ്പോഴും എന്നെ കൺസൾട്ട് ചെയ്യുന്നവരുടെ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഏറ്റവും വിശേഷാൽ നോക്കുന്ന, അവരുടെ പൂർവ്വജന്മം നോക്കുന്ന കൂട്ടത്തിൽ അവരുടെ പിന്നെ കുടുംബപരമായ ശാപതാപങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ബുദ്ധി. അതായത് എന്തെല്ലാം ഉണ്ടെങ്കിലും ബുദ്ധിയില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് അത് ആ ആളിൻ്റെ നിന്ന് ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുമ്പേ എത്രയോ ഉദാഹരണമുണ്ട്. വലിയ വലിയ കോടീശ്വരന്മാരായ, അതായത് ശതകോടീശ്വരന്മാരായ വലിയ ബിസിനസ്സുകാർ ബുദ്ധിമോശം കൊണ്ട് ചില പീരീഡുകളിൽ ചില ദശാപകാരങ്ങൾ വരുമ്പോൾ തറ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, നമ്മുടെ പിന്നെ അറ്റ്ലസ് രാമേന്ദ്ര സാറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വലിയ വലിയ കോടീശ്വരനായിരുന്നിട്ട് ഒരു സമയത്ത് ചില പീരീഡുകളിൽ വരുന്ന ചില അബദ്ധ തീരുമാനങ്ങൾ, അബദ്ധ ഇടപെടലുകൾ കൊണ്ട് മാത്രം ജീവിതം പരാജയപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ജാതകത്തിൽ ബുധൻ്റെ ഒരു ബലം, ബുദ്ധിയുടെ ബലം, 5ാം സ്ഥാനത്തിൻ്റെ ബലം. നമുക്ക് മേധാശക്തി, അതായത് പ്രജ്ഞ, മേധ, വിവേകമുള്ള ഒരാൾ ജീവിതത്തിൽ മറ്റെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഇതിനെ അതിജീവിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാതകം എപ്പോഴും, ജാതകമായിരുന്നാലും ജ്യോതിഷം എന്ന് പറയുന്നത് ഒട്ടൊക്കില്ലെന്നാണ്. നമുക്ക് വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അവിടെ നമുക്ക് എന്തൊക്കെ നമ്മുടെ ഗ്രഹനില പ്രകാരം ഈശ്വരൻ തരുന്നോ അതിൻ്റെ ബാക്കിയെല്ലാം, ഇപ്പോൾ നമ്മൾ ചാരവശാല നോക്കിയാൽ ഇതെല്ലാം നിൽക്കുമ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ പറ്റും, 100%. അതുകൊണ്ട് ഇപ്പം സമയം കുറച്ച് മോശമാണ്, ഞാൻ ഒന്നിനും ഇറങ്ങുന്നില്ല എന്നല്ല.
ഇറങ്ങുമ്പോൾ നമ്മൾ ബുദ്ധിയും യുക്തിയും, നേരത്തെ ഞാനൊരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിടാത്ത ബിസിനസ്സിൽ പോയി ചാടാതിരിക്കുക. ഏത് ബിസിനസ്സിൽ ഇറങ്ങിയാൽ ആ ബിസിനസ്സിൽ ചെയ്ത് പരാജയപ്പെട്ട 5 പേരെ കാണുക, എന്തുകൊണ്ട് പരാജയപ്പെട്ടു ആ കാരണം അന്വേഷിച്ചിട്ട് അത് കവർ ചെയ്യാനുള്ള ബുദ്ധിയും യുക്തിയും കഴിവുണ്ടെങ്കിൽ ഇറങ്ങുക, ഇല്ലെങ്കിൽ ഇറങ്ങാതിരിക്കുക. നമ്മൾ പിന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് പകുതി ശാസ്ത്രവും പകുതി മനുഷ്യൻ്റെ ബുദ്ധിയും സൈക്കോളജിയാണ്. അത് ചെയ്യാൻ കഴിയാത്തവർ ജ്യോതിഷനെയോ ദൈവങ്ങളെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സമയം കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതാണെന്നൊരു ബോധത്തോടു കൂടി പോവുക. നിങ്ങൾക്ക് ഈ ചൊവ്വയൊക്കെ ഇപ്പോൾ അനുഗ്രഹം തരും. തീർച്ചയായിട്ടും നിങ്ങൾ 4 വന്ന് നിൽക്കുന്ന കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന സർപ്പൻ നിങ്ങളെ ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ചില സ്വത്തോ അപ്രതീക്ഷിതമായി പണ്ട് നഷ്ടപ്പെട്ട് കിടന്ന ധനമൊക്കെ വരും. കടങ്ങൾ നിങ്ങൾക്ക് ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതുവർഷം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങളുടെ സംശയങ്ങളോ കൺസൾട്ടിങ്ങിനോ അതിനകത്ത് മെസ്സേജ് ഇടുക. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നുകൊള്ളാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ കഴിവെന്നുള്ള ഒരാളൊന്നുമല്ല. ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെപ്പോലെ നമ്മളെല്ലാവരും എപ്പോഴും ആ കോസ്മിക് എനർജിയുടെ ശക്തിയിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. കാരണം നമ്മളാരും ഇന്ന് ചെന്ന് കിടന്നാൽ നാളെ രാവിലെ ഉണർന്നു വരുമെന്ന് ഒരു ധൈര്യവും ഇല്ല. നമ്മുടെ കയ്യിലല്ല ഒന്നും. ആ എളിമത്വത്തോടെ ഞാൻ പറയുന്നു, ഈശ്വരാനുഗ്രഹത്തോടെ ഈ പുതുവർഷം നിങ്ങൾക്ക്, അതായത് തുലാക്കൂറുകാർക്ക് എല്ലാ കഷ്ടനഷ്ടങ്ങളും നികത്തി അടുത്ത വർഷം ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങൾ എല്ലാ കഷ്ടങ്ങളും മാറി ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നന്നായി.